ദേ സമ്മാനങ്ങൾ നിറയെ, ഓഫറുകൾ അതിലേറെ. ഈ ഓണം ആഘോഷിക്കാൻ വേറെ എന്ത് വേണം? കല്യാണാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1% മുതൽ. കൂടാതെ മൊബൈൽ നമ്പറിലെ അവസാന അക്കത്തിന്റെ 10% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ്. കഴിഞ്ഞില്ല, ഒരു ഡയമണ്ട് ആഭരണം വാങ്ങുമ്പോൾ മറ്റൊന്നിന്റെ പണിക്കൂലി തികച്ചും സൗജന്യം. യു ക്യാൻ ഡിസൈഡ് പണിക്കൂലി. സ്പെഷ്യൽ കൗണ്ടറിലെ ഡിസൈനുകൾ നിങ്ങൾ പറയുന്ന പണിക്കൂലിയിൽ. ഒപ്പം ആന്റിക് നഗാസ് കളക്ഷനുകൾ ഫാക്ടറി വിലയിൽ. അത് മാത്രമല്ല, അത്തം മുതൽ തിരുവോണം വരെ ഓരോ പർച്ചേസിനും അഷ്യോർഡ് ഗിഫ്റ്റ്സ്. ഈ ഓണം ആഘോഷിക്കാം പൊന്നിനേക്കാൾ തിളക്കത്തോടെ. വയോധികരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്ന രീതി നിർത്തലാക്കാനും പെൻഷൻ വിതരണം അട്ടിമറിക്കുവാനുമുള്ള UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് BKMU കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ BKMU സംസ്ഥാന കമ്മിറ്റി അംഗം MR സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു. അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ അനുവദിച്ച് നടന്നുകൊണ്ടിരുന്നത്. 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് EK നായനാർ മുഖ്യമന്ത്രിയായ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന ആ ഗവൺമെൻറ്റാണ് ആദ്യമായി ഇത്തരത്തിലുള്ളൊരു പെൻഷൻ സമ്പ്രദായം നടപ്പാക്കിയത്. അന്ന് ആ പെൻഷനെ എതിർക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നവരാണ് കോൺഗ്രസ്. അന്ന് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാകരൻ അന്തരിച്ച ശ്രീമാൻ K കരുണാകരൻ ഇതൊരു ഉൽപാദന ക്ഷമതയില്ലാത്ത അനാവശ്യമായ ഖജനാവ് ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് എന്നാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് വന്ന കോൺഗ്രസുകൾ നേതാക്കന്മാരെല്ലാം തന്നെ ആ പദ്ധതിയെ പല കാലത്തും എതിർക്കുകയുണ്ടായി. പല കാലത്തും അവരുടെ കാലഘട്ടങ്ങളിൽ ആ പെൻഷൻ പലപ്പോഴും നടപ്പാക്കാതെ ഇരുന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്താണ് അന്ന് വെറും 400 രൂപയായിരുന്നു ഈ പെൻഷൻ കൊടുത്തിരുന്നത്. ആ 400 രൂപ പോലും കൊടുക്കാതെ ഏതാണ്ട് 18 മാസം കുടിശ്ശികയാക്കിയാണ് ആ ഗവൺമെൻറ് അന്ന് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വയോജനങ്ങളുടെയും പാവപ്പെട്ടവരുടെയും പെൻഷൻ അവകാശം കവർന്നെടുക്കുവാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ ഉടൻ പിന്തിരിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് KK അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി PV സുധീർ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ MA വേലായുധൻ, MU കബീർ, VG രാജൻ, OR ഷീല മോഹൻ, ശ്രുതി ലാലു, CR രാജേഷ്, PN ഹരിദാസൻ, ജോൺസൺ പോണല്ലൂർ എന്നിവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് AA ചന്ദ്രൻ, മാഗി സൈമൺ, സന്തോഷ് MR, PR അയ്യപ്പൻ, സക്കീർ ഹുസൈൻ, മാളു ചാമി, അശ്വിനി ബാബു, സജിത ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. സുനിൽ കുന്നത്തേരി ചടങ്ങിന് നന്ദി പറഞ്ഞു.